പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 3-ാം തീയതി ശനിയാഴ്ച, പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിനായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ വചനങ്ങൾ പാലിക്കാൻ, അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് വലിയ കൃപ നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് പോകുന്ന സ്ഥലങ്ങളെയും ചെയ്യുന്ന ജോലികളെയും കണ്ടുമുട്ടുന്ന വ്യക്തികളെയും യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും എല്ലാം ദിവ്യകാരുണ്യേശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 37-ാം വചനം എന്ന് ധ്യാനിക്കാം. ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു. എമ്മാവൂസ് അനുഭവം തീരുന്നതിന് മുൻപേ യേശു ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി. ജീവിക്കുന്ന ക്രിസ്തുവിനെ ഭൂതമായി കണക്കാക്കുന്ന ശിഷ്യരെ നാം കാണുന്നു. അവരുടെ അവസ്ഥയിൽ നിന്നും മാറിയ ഒരു വ്യക്തിത്വമായി അവർ യേശുവിനെ കാണാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും എന്നോ ജീവിച്ച് മരിച്ച് ഉയർത്ത് സ്വർഗത്തിലേക്ക് പോയ ഒരു ചരിത്രപുരുഷനായി മാത്രം യേശുവിനെ നാം കാണാറുണ്ട്. എന്നാൽ ഇന്നും നമ്മുടെ അരികിൽ നമ്മോടൊപ്പം ജീവിക്കുന്നവനാണ് താൻ എന്ന് ക്രിസ്തു വ്യക്തമാക്കി തരികയാണ് വചനഭാഗത്തിലൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഇന്നും ജീവിക്കുന്നവനും ഞങ്ങളോടൊപ്പമായിരിക്കുന്നവനുമാണെന്ന് അനുഭവിച്ചറിഞ്ഞ് അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.